ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സർവീസിനെടുത്തിരിക്കുന്നത് QST 2450 RMS 2450 എന്ന മോഡലാണ്. ഈ RMS 2450 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ആംപ്ലിഫയറിൽ നിന്ന് ടോട്ടൽ ഒരു 2450 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുമെന്ന്. പക്ഷേ അത്രയില്ല. ഇതിൻ്റെ ഒരു ചാനലിൽ നമുക്ക് 650 വാട്ട്സ് കിട്ടും, അതും 4 ohmsൽ. രണ്ട് ചാനലും 650 + 650. അപ്പം ഇത് നമുക്ക് സർവീസ് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ഇപ്പം വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് ഞാൻ പറയാം. എന്താ, ഞാൻ ഇപ്പം തൊട്ട് കാണിച്ച പ്രീസെറ്റ് ഞാൻ ഇപ്പം റീപ്ലേസ് ചെയ്തതാണ്. അത് നമ്മൾ ബയോസ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് 2 പ്രീസെറ്റ് ഉണ്ട്. നെഗറ്റീവ് കറണ്ടും പോസിറ്റീവ് കറണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റ്. അപ്പം ഈ ബയോസ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള പ്രീസെറ്റ് ഡാമേജ് ആയിരുന്നു. അങ്ങനെ ഓവറായിട്ട് ബയോസ് വോൾട്ടേജ് വന്ന് ട്രാൻസിസ്റ്റർ അടിച്ചു പോകുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഒരു ടെക്നീഷ്യൻ ഇത് സർവീസ് ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കാഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ കമ്പോണൻസ് എല്ലാം അദ്ദേഹം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പോണൻസും ഫുള്ള് റീപ്ലേസ്മെൻ്റ് ആണ്. ഫിൽറ്റർ കപ്പാസിറ്ററൊക്കെ പുതിയതാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ സൈഡ് ഫുള്ള് കമ്പോണൻസുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബയോസ് വോൾട്ടേജ് സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ ചാനൽ 1. ഇത് കമ്പനി ഒറിജിനൽ കമ്പോണൻസ് ആണ് ഫുള്ള്. ഇതിനകത്ത് യാതൊരുവിധ വർക്കും ചെയ്തിട്ടില്ല. ഇതാണ് ചാനൽ 1 സെക്ഷൻ. അപ്പോൾ ഇതാണ് കമ്പനി ഒറിജിനൽ കമ്പോണൻസ് ആണ് ഇതിനകത്ത് ഫുള്ള്. ഇത് നമ്മുടെ ചാനൽ 2. ഇതിനകത്ത് നമ്മൾ ഒരുവിധം എല്ലാ കമ്പോണൻസും മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പവർ ഓൺ ആക്കി നോക്കാം. നമ്മൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. 2 വോളിയം കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഓരോ ചാനലിനും ഒരു സിഗ്നൽ LED ഒരു ക്ലിപ്പ് LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളത്. ഇനി ബാക്ക് നോക്കാം. ബാക്കിൽ നമുക്ക് ഇൻപുട്ട് സെക്ഷനാണിത്. ഇൻപുട്ട് സെക്ഷൻ നമുക്ക് XLR വേണമെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതേപോലെ XLR പിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോണോ പിന്നെ ഒരു ഡിപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് പാരലൽ സ്റ്റീരിയോ മോഡുകളൊക്കെ സെറ്റ് ചെയ്യാനും അതേപോലെ ക്ലിപ്പ് ലിമിറ്റർ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ, സിംഗിൾ ഫാനേ അതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ സ്പീക്കോൺ കണക്ടർ, 2 സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വൈൻഡിങ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ വയർ ഉപയോഗിച്ച് സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ആംസിൻ്റെ ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. 8 ആമ്പിയറിൻ്റെ ഒരു ബ്രേക്കർ, ഫ്യൂസിന് പകരം ബ്രേക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ AC ഇൻപുട്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഡിപ്പ് സ്വിച്ച് ഓരോ മോഡലും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പടം വരച്ചത് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് ഡിപ്പ് സ്വിച്ച് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകുവശത്തെ കാണാനുള്ളത്. ഇതാണ് നമ്മുടെ QST ആംപ്ലിഫയർ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ടോപ്പിൽ നിന്നുള്ള ലുക്ക്. ഒരു 4 ഫിൽറ്റർ കപ്പാസിറ്റർ വരുന്നുണ്ട് 2 ചാനലിനും വേണ്ടി. 2 ചാനലിന് സെപ്പറേറ്റ് ഔട്ട്പുട്ടാണ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നത്. അതിന് സെപ്പറേറ്റ് 4 ബ്രിഡ്ജ് റെക്ടിഫയറുകൾ വരുന്നുണ്ട്. ഈ കാണുന്ന ബോർഡിലാണ് അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറൊക്കെ വരുന്നത്. 4 ഹീറ്റ് സിങ്കിൻ്റെ അടിയിലായിട്ട് 4 ബ്രിഡ്ജ് റെക്ടിഫയറാണ് വരുന്നത്. ക്ലാസ് H ഡിസൈൻ ആയതുകൊണ്ട് 2 പവർ റെയിലുകൾ വരുന്നുണ്ട്. 44 വോൾട്ട് 88 വോൾട്ട്, നെഗറ്റീവും പോസിറ്റീവും, അങ്ങനെ 2 വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈ പവർ ആവശ്യമുള്ളപ്പോൾ 88 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. അല്ലെങ്കിൽ നോർമൽ പവർ മാത്രം ആവശ്യമുള്ളെങ്കിൽ 44 വോൾട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാനൊരു സോങ് ഫുള്ള് പ്ലേ ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം ആംപ്ലിഫയറിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RMS 2450 സർവീസ് നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പം നോർമലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും.
അപ്പം നിങ്ങളെല്ലാവരും സഹകരിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.